എന്താ കാര്യം ഒന്ന് പറ. അതുകൊണ്ട് കാര്യമല്ല അതിലൂടെ കേസ് അങ്ങനെ കഴിഞ്ഞ പരം പറഞ്ഞു ബാക്കിയൊക്കെ പറഞ്ഞില്ലേ വേളൊക്കെ ഉണ്ടാക്കണം പിന്നെ അച്ഛന് വേണ്ട എന്റെ അച്ഛന് വരുവാ തന്നെ വക്കീലിനെ കണ്ടാൽ കോടതി പോയി വക്കീൽ കോടതി ഏത് കേസാണ് ഞാൻ പറഞ്ഞില്ലേ അറിയാം സംസാരിക്കാം വീടൊക്കെ എത്തിയതിന് അയാൾ ഒരുപാട് നാളായിട്ട് കോടതി പറയാം ശ്രദ്ധിയാണെന്നൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് ഞങ്ങളെ ഞാൻ കുട്ടിയാണ് വേറൊന്നും എനിക്കറിയത്തില്ല ബാക്കി അവിടെ കോടതി ചെല്ലുമ്പോൾ ഞാൻ പരിഗണന എനിക്ക് വാർഡിലെ അയച്ചിരുന്നു നീ അവിടെ ചെല്ലുന്നത് അതൊക്കെ ഇവിടെ അടക്കെ ഇത്ര സമയമൊക്കെ സംസാരമൊന്നുമില്ല ഞാൻ വായിച്ചിട്ടുണ്ടോ വിളിക്കുന്നൊക്കെ വിളിച്ചിട്ട് വന്ന സ്റ്റേഷനിൽ രാവിലെ വക്കീലുമായിട്ട് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ
അവർക്ക് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഇത് നടക്കാൻ കൊണ്ട് ചുമ്മാ ഞാൻ എനിക്ക് ചെരുപ്പ് വേണം കാര്യം നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നേ ഞാൻ ബോർഡ് നിന്നില്ലല്ലോ എവിടെ തന്നെ എനിക്ക് മാത്രമല്ല പണി മോളെ വിളിക്കും ആകെ വിളിച്ചിട്ട് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഞാൻ നടക്കാൻ കൊണ്ട് പറഞ്ഞില്ലേ അതൊന്നും പറയുന്നില്ല, ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കേസ് ഏതാന്ന് പോലും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതോ കൊണ്ടുപോകുന്നു ചാത്തന്നൂരെന്ന് പറയുന്നു. ആ കൊണ്ടുപോകുന്നു. വെളിയിലോട്ട് പോകും. ഒന്ന് പറ, ആരടുത്തേലും എന്തേലും ചെയ്യാൻ പറ. ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 5 പോലീസുകാരാണ് അജിയുടെ വീട്ടിലേക്ക് പാതിരാത്രി എത്തുന്നത്. അതിൽ ഒരാൾ മാത്രം മഫ്തിയിലായിരുന്നു. കൂട്ടത്തിൽ വനിതാ പോലീസുകാരില്ലായിരുന്നു. വനിതാ പോലീസുകാരില്ലാതെ തന്നെ ഈ വന്ന പോലീസുകാർ തന്നെ സ്ത്രീകളും കുട്ടികളും കിടക്കുന്ന മുറി തള്ളി തുറന്ന് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ഈ അജി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം രാത്രി സമയമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വേഷം കൈലിയായിരുന്നു. പോലീസുകാർ ഇയാളെ കൂടെ ചെല്ലാൻ ആവശ്യപ്പെട്ടു. പക്ഷെ കൂടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ തന്റെ ഡ്രസ്സ് മാറ്റേണ്ട ഇങ്ങനെ തന്നെ വന്നാൽ മതി എന്ന് പറയുന്നു. എന്നാൽ അടിവസ്ത്രം ധരിക്കാനെങ്കിലും അനുവദിക്കണമെന്ന് പറയുന്നു. എല്ലാവരുടെയും മധ്യത്തിൽ നിന്ന് അടിവസ്ത്രം ധരിക്കാൻ പോലീസുകാർ ആവശ്യപ്പെടുകയായിരുന്നു എന്ന് അജി പറയുന്നു. വീട്ടുകാരും കുട്ടികളും ഒക്കെ പേടിച്ചരണ്ട് നിൽക്കുന്ന കുട്ടികളുടെ മുന്നിൽ നിന്ന് അത്തരം ഒരു കാര്യം ചെയ്യാൻ അജി തയ്യാറായില്ല. ഒടുവിൽ അജിയുടെ നിർബന്ധത്തെ തുടർന്ന് റൂമിനകത്തേക്ക് പോയി അടിവസ്ത്രം ധരിക്കാൻ അനുവദിച്ചു എന്നാണ് അജി പറയുന്നത്. എന്നാൽ ഇനി സ്റ്റേഷനിൽ ചെന്നപ്പോഴാണെങ്കിൽ അത്തരമൊരു കേസ് അജിയുടെ പേരിലില്ല. ഈ പോലീസുകാർ വീട്ടിൽ കയറി വരുമ്പോൾ അവരുടെ കയ്യിൽ വാറന്റ് ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു പരാതി അജിയുടെ പേരിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന വാറന്റ് ഉണ്ടായിരുന്നില്ല. അവസാനം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു കേസ് നിലവിലില്ല എന്ന് അറിയുന്നു. ഒന്ന് വീട്ടിലേക്ക് വിളിക്കാൻ, തന്റെ വക്കീലിനെ വിളിക്കാൻ ഒന്ന് ഫോൺ തരുമോ എന്ന് ഈ മനുഷ്യൻ കേണ അപേക്ഷിക്കുകയാണ്. പക്ഷേ എന്നിട്ടും പ്രവർത്തനരഹിതമായ ഫോൺ ചൂണ്ടിക്കാട്ടി ആ ഫോണിൽ നിന്ന് വിളിക്കാൻ പറയുന്നു. അതുപോലെ ഏറ്റവും ഒടുവിൽ എന്തോ ഒരു കരുണ തോന്നി ഫോൺ കൊടുത്തു. ആ ഫോണിലൂടെ തന്റെ വീട്ടിൽ മകളെ വിളിച്ചിട്ട് പേടിക്കേണ്ട, അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് അജി പറയുകയുണ്ടായി എന്നാണ് അജി പറയുന്നത്. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ താൻ മൂത്രമൊഴിച്ച് വെള്ളം കുടിച്ചോളൂ എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് പറഞ്ഞു. എത്ര പ്രാകൃതമുള്ള പോലീസിന്റെ അഴിഞ്ഞാട്ടം നടന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അജി തീരുമാനിക്കുന്നത്. തന്റെ സ്റ്റേഷൻ പരിധിയിൽ, താൻ താമസിക്കുന്ന തന്റെ സ്റ്റേഷൻ പരിധിയിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ആളാണ് താൻ എന്ന് പറയുന്നു. അതെല്ലാം മര്യാദയ്ക്ക് വന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ എന്തിനായാലും താൻ പോകും എന്ന് തന്നെയാണ് അജി പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ വീട്ടിനുള്ളിൽ പാതിരാത്രിക്ക് ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് തന്റെ കുടുംബത്തെ ഭയപ്പെടുത്തിയത് എന്തിനാണ് എന്ന് അജി ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടിയാലും ഈ കേസുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. തനിക്ക് നീതി ലഭിക്കണം എന്നാണ് പറയുന്നത്. ഈ പോലീസുകാർ വന്നത് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലുള്ള CI അനൂപിന്റെ നേതൃത്വത്തിലാണ് എന്നും ഇദ്ദേഹം പറയുന്നു. ബാക്കിയുള്ളവരുടെ പേര് വിവരങ്ങൾ ഇദ്ദേഹത്തിന് അറിയില്ല. എന്തായാലും പോലീസുകാർ ഈ ചെയ്തത് വളരെ മോശമായ പ്രവൃത്തിയായി പോയി എന്ന വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്.